അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന ഭാഗത്തിൽ നമ്മളിന്ന് നോക്കുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അപ്പോൾ 41ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് ഇത് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ചട്ടമ്പി സ്വാമികൾ സ്ഥിരമായിട്ട് PSC എക്സാമുകളിൽ ഒരു ചോദ്യം വരെ ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവും. അമ്മയുടെ പേര് നങ്ങമ്മ എന്നാണ്, നങ്ങമ്മ പിള്ള എന്നാണ് കേട്ടോ. നങ്ങമ്മ പിള്ള, അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള എന്നാണ്. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളൂർ കോട്ട് വീട്. ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ, ശ്രദ്ധിക്കുക, രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവെയാണ് ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീടാണ് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ട് തുടങ്ങിയത് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ക്ലാസ് ലീഡർ ചട്ടമ്പി എന്ന് വിളിച്ചിരുന്നു, അതിൻ്റെ തുടർന്നാണ് എന്ത് ചട്ടമ്പി എന്നറിയപ്പെട്ട് തുടങ്ങിയത് എന്ന് ഓർത്ത് വയ്ക്കുക. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892 ഓർത്ത് വയ്ക്കുക. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് തൈക്കാട് അയ്യ സ്വാമികൾ. അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാം. അടുത്ത, സംസ്കൃതത്തിലും വേദ ഉപനിഷത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമിയുടെ ഗുരുവാണ് സുബജഡാ പാഠികൾ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ജനിച്ചത് 1853 ഡേറ്റ് നമുക്ക് നോക്കാം. അടുത്ത, ചട്ടമ്പി സ്വാമിയുടെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികൾ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിച്ച ഗുരുവാണ് സ്വാമിനാഥ ശാസ്ത്രികൾ എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് 8 യോഗമാണ്. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ക്ലാർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം എന്ന് ഓർത്ത് വയ്ക്കാം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ, ബാല്യകാല പേര് കുഞ്ഞംപിള്ള. ഈ 2 പേരുകളും കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അതിൽ യഥാർത്ഥ പേരും ബാല്യകാല പേരും. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികൾ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരവും, അതുപോലെ തന്നെ യഥാർത്ഥ നാമം അയ്യപ്പനും, കുട്ടിക്കാല നാമം കുഞ്ഞംപിള്ളയും, ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നു, സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നു, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികൾ എന്ന് ഓർത്തേക്കുക. ഓക്കെ, വിദ്യാധിരാജ എന്ന പേര് നൽകിയത് 8 യോഗം എന്നുകൂടി ഓർത്തേക്കുക. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളാണ്. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് വിവേകാനന്ദൻ ആരെക്കുറിച്ചെന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ചുമാണ്. ക്രിസ്തുമത ചേതനം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. PSC ഉത്തരസൂചിക പ്രകാരമാണ് നവമഞ്ചരി. അടുത്ത, ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ നമുക്ക് നോക്കാം. അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈത വരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം. സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പരിഭാഷയാണ് എന്ന് പറയുന്നത് നിജാനന്ദ വിലാസം എന്ന് പറയുന്നത്. അടുത്ത്, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം. ഒന്നുകൂടെ കൃതികൾ പറയാം, 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കും. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈത വരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം,
നിജാനന്ദ വിലാസത്തിൻ്റെ പ്രത്യേകതയാണ് സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പരിഭാഷയാണ് നിജാനന്ദ വിലാസം എന്ന് പറയുന്നത്. വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം. കൃത്യമായിട്ട് ഈ കൃതികൾ പഠിച്ചു വയ്ക്കുക. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഇപ്പോഴത്തെ ലെവലിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4-5 കൃതികൾ തന്നിട്ട് ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് കൃതികൾ പഠിച്ച് വെച്ചേക്കണം. ഓക്കെ. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. അപ്പോൾ ആ ചോദ്യം വരും എന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം എന്ന് പറയുന്നത് പ്രാചീന കേരളത്തിൽ നിലനിന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന കൃതിയാണെന്ന് ഓർത്തിക്കുക. അതുകൊണ്ടാണ് ആ ചോദ്യം വരും എന്ന് പറയാൻ കാരണം. അടുത്ത് പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. അടുത്ത് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിച്ചാലും പ്രാചീന മലയാളമാണെന്ന് ഓർത്തിക്കുക. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമികൾ സമാധിയാകുന്നത് 1924 മെയ് 5-നാണെന്ന് ഓർത്ത് വയ്ക്കുക. 1924 മെയ് 5. ഓക്കെ. ഈ 1924 വൈക്കം സത്യാഗ്രഹം നടന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇദ്ദേഹം ചട്ടമ്പി സ്വാമികൾ അന്തരിക്കുന്നത് സമാധിയാകുന്നത് 1924 മെയ് 5-ആണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന പത്മന എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ചട്ടമ്പി സ്വാമികൾ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളുടെ ആദര സൂചകമായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30-ആണെന്ന് ഓർത്തിക്കുക. ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 25 എന്താണ്? ജീവകാരുണ്യ ദിനമാണ്. അപ്പോൾ കേരളത്തിൽ ജീവകാരുണ്യ ദിനമാണ്. ആരുടെ ജന്മദിനം എന്ന് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. നമ്മൾ അദ്ദേഹം ജനിച്ച വർഷം പറഞ്ഞു, ഡേറ്റ് പറഞ്ഞില്ല. അപ്പോൾ 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിക്കുന്നത്. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ഓർത്തു വയ്ക്കാം. അദ്ദേഹം ജനിച്ച സ്ഥലം കൊല്ലൂർ കണ്ണമൂല. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് പന്മന കൊല്ലമാണെന്ന് ഓർത്തിക്കുക. ചട്ടമ്പി സ്വാമികൾ 1853 1924 കാലഘട്ടം എന്നുകൂടി ഓർത്തു വെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നമ്മുടെ 41ാമത്തെ ക്ലാസ്സാണ്. ബാക്കി ക്ലാസ്സുകളുടെ PDF എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക എന്നാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.